നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ട സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ഏറിയ അനർത്ഥങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് മാനുഷികമായിരിക്കുന്ന സംരക്ഷണയോ മാനുഷികമായിരിക്കുന്നതായ സഹായങ്ങളെക്കാൾ അപ്പുറത്ത് നമുക്ക് ലഭിക്കേണ്ടത് ദൈവികമായ സംരക്ഷണയും ദൈവികമായ കാവലുമാണ് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. 27-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു: അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അനർത്ഥ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത, ആർക്കും സംരക്ഷിക്കുവാൻ കഴിയാത്ത മാനുഷിക കരങ്ങളൊക്കെ അസ്തമിച്ചു പോകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഏറിയ പ്രതിസന്ധികളുടെ നടുവിൽ, അതിൻ്റെ നടുവിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവികമായ പ്രൊട്ടക്ഷനും ദൈവികമായിരിക്കുന്ന വിടുതലുകളുമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ അതുതന്നെയാണ് പറയുന്നത്. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച അനുഗ്രഹീതമായിരിക്കുന്ന വിടുതലുകൾ എങ്ങനെയാണ് ദൈവത്തിൽ തനിക്ക് പ്രാപിപ്പാൻ കഴിയുന്നത് എന്നത് താൻ വളരെ പ്രത്യാശയോടെ ഇവിടെ പറയുകയാണ്. തൻ്റെ പ്രത്യാശയും പ്രതീക്ഷയുമൊക്കെ അത് ദൈവികമായ വിടുതലുകളായി തീരുമ്പോൾ അത് തനിക്കൊരിക്കലും മറക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളായി മാറുകയാണ്. ചരിത്രത്തിൽ എഴുതി കുറിക്കുന്ന, തൻ്റെ ജീവിത ചരിത്രങ്ങളെ എഴുതി കുറിക്കുന്ന, തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവങ്ങൾ, വിടുതലുകൾ ഇവിടെ താൻ പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. 3 സ്ഥലങ്ങളെ ദൈവം തന്നെ പഠിപ്പിച്ച തൻ്റെ അനുഭവങ്ങളെ പറയുന്നു. 1 കൂടാരം, 2 തിരുനിവാസം, 3 പാറമേൽ. 3 സ്ഥലങ്ങളിലായി തനിക്ക് ലഭിക്കുന്ന ദൈവികമായ വിടുതലുകൾ, ദൈവിക കൂടാരത്തിൽ തന്നെ ഒളിപ്പിക്കുന്ന, ശത്രുവിന് പിടികൊടുക്കുവാൻ, ശത്രുവിന് പിടിക്കുവാൻ, ആക്രമിക്കുവാൻ കഴിയാതെ തന്നെ നിസ്സഹായകനായി നിൽക്കത്തക്കവണ്ണം പരസ്യകോലമാക്കുന്ന ദൈവികമായിരിക്കുന്ന വിടുതല്, കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവം. 2 തിരുനിവാസത്തിൽ മറയ്ക്കുന്ന, അതിൽ മറയ്ക്കുന്ന ഒരു ദൈവം. തിരുനിവാസത്തിൻ്റെ മറവിൽ, ആ ദൈവിക സാന്നിധ്യത്തിൽ, ആ ദൈവികമായ അനുഭവത്തിൻ്റെ നടുവിൽ തന്നെ മറയ്ക്കുന്നൊരു ദൈവം. അപ്പോൾ നോക്കണം, ഒളിപ്പിക്കുന്ന, മറയ്ക്കുന്ന ദൈവം. 3ാമത് നമ്മൾ കാണുന്നു, ഉയർത്തുന്ന ദൈവം, പാറമേൽ ഉയർത്തുന്ന ദൈവം. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് പാറമേൽ ഉയർത്തുന്ന ദൈവം. പൗലോസ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുന്നു കൊരിന്ത് ലേഖനത്തിൽ, ആ പാറ ക്രിസ്തു. നമ്മെ അനുഗമിച്ച ആത്മിക പാറയിൽ നല്ലോ നാം കുടിച്ചത്. അങ്ങനെയാണെങ്കിൽ പാറമേൽ ഉയർത്തുന്ന ദൈവം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ നമ്മെ ഉയർത്തുന്നൊരു ദൈവം, ക്രിസ്തുവിൽ നമ്മെ മറയ്ക്കുന്നൊരു ദൈവം, ക്രിസ്തുവിൽ നമ്മെ ഒളിപ്പിക്കുന്നൊരു ദൈവം. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ
ആ ദൈവികമായിരിക്കുന്ന സംരക്ഷണയും ആ ദൈവികമായിരിക്കുന്ന വിടുതലുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസങ്ങളും അതേറെ അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഒളിപ്പിക്കുന്ന ദൈവം, മറയ്ക്കുന്ന ദൈവം, ഉയർത്തുന്ന ദൈവം, ആ ദൈവകരം നമുക്കും വേണ്ടിയും പ്രവർത്തിക്കട്ടെ. വിശക്തനായ ദാവീദിനു വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ആ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.